നമസ്കാരം. അങ്ങനെ നമ്മുടെ ഉണ്ട പുറത്തായിരിക്കുന്നു. രതീഷ്, നീ വന്നതെന്തിനോ, നീ പോയതെന്തിനോ, അവന്റെ പാട്ടിനെ അനർത്ഥമാക്കുന്നത് പോലെ എന്ത് ചെയ്തു, അവൻ അങ്ങനെ പോയിരിക്കുന്നു. വന്നതെന്തിനോ പോയതെന്തിനോ, എന്തൊക്കെ പറഞ്ഞാലും ഒരാഴ്ച നിന്നുള്ളൂ എങ്കിലും ഒരു 50 ദിവസം നിന്നുള്ള പ്രതീതി, അത്രയ്ക്കുള്ള ഒരു ഇമ്പാക്ട് അതിനകത്ത് വരുത്തിയിട്ടുണ്ട്. അത്രയ്ക്കുള്ള ഒരു സ്ക്രീൻ സ്പേസ് രതീഷ് നേടിയെടുത്തിട്ടുണ്ട്. കാരണം ഇന്ന് രതീഷ് പുറത്തു പോയപ്പോൾ അവനെ കാണിച്ച ആ ഫെയർവെല്ലിൽ അവനെ കാണിച്ചു കൊടുത്ത ആ വീഡിയോ, അത്രയ്ക്ക് ഒരുപാട് കണ്ടന്റുകൾ അല്ലേ. അപ്പൊ ഇനി അങ്ങോട്ട് ഒരു പുതിയ ബിഗ് ബോസ്, രതീഷ് ഇല്ലാത്തൊരു ബിഗ് ബോസിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത്. അപ്പൊ നമ്മൾ പുറത്തുവിട്ട സാധനം, വാർത്ത വളരെ കൃത്യമായിരുന്നു. രതീഷ് ആയിരുന്നു പുറത്തായത് എന്ന് നമ്മൾ കൃത്യമായിട്ട് കൺഫർമേഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് സത്യമായിട്ട് ഫലിച്ചിട്ടുണ്ട്. പിന്നെ അതിനുശേഷം ഒരുപാട് അഭ്യൂഹങ്ങൾ വന്നിട്ടുണ്ട്. ഈ പറഞ്ഞതുപോലെ കംപ്ലൈന്റ് വന്നതാണോ, പിന്നെ ഗേ പരാമർശം, മറ്റത് മറിച്ച്, അവിടെയൊക്കെ ഞാൻ പറഞ്ഞില്ല. ഞാൻ പറയുമ്പോൾ എനിക്ക് പൂർണ്ണമായിട്ട് വിശ്വാസം ഉണ്ടെങ്കിൽ ഞാൻ അത് കൺഫർമേഷൻ ആയിട്ട് പറയാം. അതിന്റെ വാക്കുകളിൽ നിന്ന് കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. ഇന്ന് ഞാൻ അങ്ങനെ ഒരു അഭ്യൂഹം പരക്കുന്നുണ്ട്. അതാ പക്ഷേ ഈ പറഞ്ഞതുപോലെ അവൻ ഔട്ടായിട്ടുണ്ട് എങ്കിൽ ഈ പറഞ്ഞ ഗേ പരാമർശം കൊണ്ടായിരിക്കത്തില്ല, ജാൻമണിയുടെ വിഷയവുമായിട്ടായിരിക്കുമെന്ന് നമ്മളൊരു സംശയം പറഞ്ഞു. ഞാൻ അതിൽ എടുത്തു പറഞ്ഞിട്ടുണ്ട്. എനിക്ക് വിശ്വാസം, എനിക്ക് ഉറപ്പില്ല. ഞാൻ ഉറപ്പുള്ള കാര്യങ്ങൾ നമ്മൾ 100% ഉറപ്പിച്ച് തന്നെ പറയും. ആരെങ്കിലും പറഞ്ഞു കേൾക്കുന്ന സാധനമാണെങ്കിൽ ഞാൻ അവിടെ എപ്പോഴും മനസ്സിലായോ, ഒരു പോസിബിലിറ്റി അവിടെ ഇടും. ഇത് അങ്ങനെ ആയിരിക്കില്ല എന്ന് സംഭവിച്ചു. പിന്നെ എന്നെ ഞെട്ടിക്കുന്ന മറ്റൊരു കേസ്, ഈ വോട്ട് കുറഞ്ഞ് എങ്ങനെ പുറത്തായി എന്നുള്ളതാണ്. ഇപ്പൊ ചിലർക്ക് തോന്നാം മനഃപൂർവ്വം പുറത്താക്കിയതായിരിക്കാം എന്ന് തോന്നാം. പക്ഷേ അവിടെ എന്റെ ഒരു അറിവിൽ ബിഗ് ബോസിന് അല്ലെങ്കിൽ ഏഷ്യാനെറ്റിന് അല്ലെങ്കിൽ ബിഗ് ബോസ് ക്രൂ മെമ്പേഴ്സിന് അവിടെ കൈകടത്താൻ പറ്റാത്ത ഒരേ ഒരു മേഖലയേ ഉള്ളൂ, അത് വോട്ടിംഗ് ആണ്. ആ വോട്ടിംഗ് എന്ന് പറയുന്നത് ഇവരല്ല കൗണ്ട് ചെയ്തത്, അല്ലെങ്കിൽ ഇവരല്ല അത് മോണിറ്റർ ചെയ്യുന്നത്, അത് മൊത്തം ചെയ്തത് എന്റെ മോശമാണ്. അതുകൊണ്ട് തന്നെ വോട്ടിങ്ങില് ഒരു കാരണവശാലും അവർക്ക് കൈകടത്താനോ അല്ലെങ്കിൽ അവിടെ ഒരു തിരിമറി നടത്താനോ സാധിക്കില്ല. ഇനി പോസിബിലിറ്റീസ് ഞാൻ പറഞ്ഞുതരാം ഇതിനകത്ത്. അപ്പൊ നമ്മൾ നോക്കുമ്പോൾ ഈ ഓൺലൈൻ വോട്ടിങ്ങിലൊക്കെ ഒരുപാട് വോട്ടുണ്ട്. ആർക്ക് ഈ പറയുന്ന രതീഷിന് ഓൺലൈൻ വോട്ടിങ്ങിലുണ്ട്. അൺഒഫീഷ്യൽ പോളിലൊക്കെ രതീഷ് നല്ല മുന്നിലാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ ഓൺലൈൻ വോട്ടിങ്ങിലും അല്ലെങ്കിൽ അൺഒഫീഷ്യൽ വോട്ടുകളിലും പോൾ ചെയ്തവർ എന്ത് ചെയ്തിട്ടില്ല, ഡയറക്റ്റ് അവിടെ പോയിട്ട് ഒഫീഷ്യലായിട്ട് വോട്ട് ചെയ്തിട്ടില്ല എന്നൊന്ന് അനുമാനിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞവനെ ഇപ്പൊ ഈ ലാലേട്ടൻ പുറത്തിറങ്ങിയപ്പോ ലാലേട്ടൻ ഒരു കാര്യം ചെയ്തു, രണ്ടാമത് നിങ്ങൾക്ക് ഒരു അവസരം കിട്ടിയാൽ നിങ്ങൾ എന്ത് ചെയ്യും, അങ്ങനെ ഒരു വാക്ക് ലാലേട്ടൻ അവിടെ ഉപയോഗിച്ചു. അങ്ങനെ രണ്ടാമത് ഒരു അവസരം കിട്ടിയാൽ നല്ല രീതിയിൽ കളിക്കുമോ എന്നൊരു വാക്ക് അവിടെ ഉപയോഗിച്ചത് കൊണ്ട് എനിക്കിപ്പോഴും സ്റ്റിൽ പോസിബിലിറ്റി ഉണ്ട്. മേ ബി ഇവൻ എന്ത് ചെയ്യാം, തിരിച്ചു വരാം എന്നുള്ള ഒരു പോസിബിലിറ്റി അവിടെ ഒഴിഞ്ഞു കാണിക്കും. നമുക്ക് കൃത്യമായിട്ട് എങ്ങനെയാണോ പുറത്തു പോകുന്ന ആ ലെവലിലാണ് കാണിച്ചത് എങ്കിൽ കൂടി ചിലപ്പോ, അറിയില്ല, ഞാൻ ഇതൊക്കെ ഊഹമാണ്, ചിലപ്പോ ചിലപ്പോൾ നാളെയൊക്കെ നമുക്ക് മനസ്സിലാവാൻ സാധിക്കുമായിരിക്കും. സീക്രട്ട് റൂമിലോട്ട് കയറിയോ എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാം. കയറിയില്ല എന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റത്തില്ല. കാരണം അങ്ങനെ ഒരു പോസിബിൾ, കാരണം ഈ വോട്ട് ഇത്രയും കുറവായിരുന്നോ എന്ന് എനിക്കിപ്പോഴും സ്റ്റിൽ സംശയമുണ്ട്. മനസ്സിലാവും. പിന്നെ ഒരു കാര്യം, അതാ പക്ഷെ സീക്രട്ട് റൂമിലല്ല അവൻ പോയിട്ടുള്ളത് എങ്കിൽ അവന് വോട്ട് കുറവ് തന്നെയാണ്. അതിനകത്ത് ഒരു കാരണവശാലും നിങ്ങൾ ആർക്കും സംശയം വേണ്ട, ഒരു കാരണവശാലും വോട്ടിൽ എന്ത് ചെയ്യത്തില്ല, അവർ തരികിട്ട കാണിക്കില്ല. അപ്പൊ എന്തായാലും അങ്ങനെ ആദ്യത്തെ ഒരാഴ്ച കൊണ്ട് ഒരു 50 ദിവസത്തെ ഇമ്പാക്ട് വരുത്തിച്ച ഈ പറയുന്ന നമ്മുടെ രതീഷ് കുമാർ എന്ന് പറയുന്ന ഉണ്ട എന്ത് ചെയ്തിട്ടുണ്ട്, ഔട്ടായിട്ട്. സത്യം ലാസ്റ്റ് പോവാൻ സമയത്ത് പോലും അവനെ ട്രോളിക്കൊണ്ടാണ് അവനെ പുറത്തേക്കുന്നത്. നീ വന്നതെന്തിനോ, നീ പോയെന്നോ, അവന്റെ പാട്ട് അവനെ തന്നെ ട്രോളിക്കൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട്, ബിഗ് ബോസ് അവനെ പുറത്താക്കിയിരിക്കുന്നു. അത് വോട്ടിന്റെ എവിക്ഷൻ വഴിയാണ് പുറത്താക്കിയതല്ല, പിന്നീട് പറഞ്ഞു വിട്ടത്. അല്ലാതെ ഇജക്ഷൻ ഒന്നും ആയിരുന്നില്ല, എവിക്ഷൻ തന്നെ ആയിരുന്നു. മനസ്സിലായോ?